ഹലോ! അങ്ങനെ ഏതോ ജന്മകൽപ്പനയിൽ നമ്മുടെ അശ്വിൻ ആ ഒരു കാര്യം വ്യക്തമാക്കുന്നു നമ്മുടെ ശ്രുതിയുടെ അടുക്കൽ. വേറൊന്നുമല്ല, നമ്മുടെ അശ്വിൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശ്രുതി ആ ഒരു ആത്മഹത്യ കുറിപ്പൊക്കെ എഴുതി വെച്ചിരുന്നല്ലോ. ആ കുറിപ്പ് നമ്മുടെ അശ്വിന് കിട്ടുന്നുണ്ട്. അപ്പൊ അശ്വിൻ വായിച്ചു നോക്കുമ്പോൾ ശ്രുതി ഏതോ അപകടത്തിലാണെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ഇങ്ങനെ അശ്വിൻ നമ്മുടെ ശ്രുതിയെ ഫോൺ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അപ്പൊ ഈ ശ്രുതി ഇങ്ങനെ പൊക്കത്ത് നിൽക്കുന്ന ആ ബിൽഡിങ്ങിന്റെ തൊട്ടടിയിൽ തന്നെയാണ് നമ്മുടെ അശ്വിൻ വന്നേക്കുന്നത്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, സാറേ മാറ്, അല്ലെങ്കിൽ സാറിന്റെ മേത്തോട്ടായിരിക്കും ഞാൻ വീടുന്നേ എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പൊ അശ്വിൻ ഇങ്ങനെ നോക്കുമ്പോൾ ബിൽഡിങ്ങിന്റെ പൊക്കത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ ചാടാൻ വേണ്ടി നിൽക്കുക. പിന്നെ നമ്മുടെ അശ്വിൻ ഒരു ഓട്ടപ്പാച്ചിലാട്ടോ പൊക്കത്തേക്ക്, ബിൽഡിങ്ങിന്റെ പൊക്കത്തേക്ക് സ്റ്റെപ്പൊക്കെ ഓടി ചാടി കയറിയുണ്ടല്ലോ, നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ കയറി പൊക്കത്ത് പോയി നമ്മുടെ ശ്രുതിയെ രക്ഷിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിൽ നിന്നും കയറി ഇങ്ങനെ പിടിച്ച് പൊക്കി മാറ്റി മറച്ചിടുന്നുണ്ടേ നമ്മുടെ ശ്രുതിനെ. അതിനുശേഷം നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ലാവണ്യക്ക് വേണ്ടിയല്ലേ നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, ഒരിക്കലും അല്ല, ലാവണ്യക്ക് വേണ്ടിയല്ല, നീയും ശ്യാമും തമ്മിലുള്ള ബന്ധം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു, അതിന് തടയിടാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ വിവാഹം ചെയ്തതെന്ന് പറയുക. അപ്പോഴത്തേക്ക് അശ്വിൻ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഇത് തേങ്ങയെ പറയുന്നത്, ഞാനും ശ്യാമും തമ്മിലുള്ള ബന്ധമോ, ഇയാൾക്കെന്ത് ഭ്രാന്താണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച, സമാധാനം. അശ്വിൻ ഇപ്പോഴെങ്കിലും ആ കാര്യം തുറന്നു പറഞ്ഞല്ലോ അല്ലേ. ഇനി നമുക്ക് ശ്രുതിയുടെ ഭാഗവും കൂടി കേൾക്കാൻ നമ്മുടെ അശ്വിന് ക്ഷമ കാണിച്ചാൽ നമ്മുടെ ശ്രുതിയും അശ്വിനും തമ്മിൽ ഒരു കിടിലൻ ലൈഫ് തന്നെയാകും മുന്നോട്ട് പോകാൻ പോകുന്നത് അല്ലേ. അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.